ഹായ് ഓൾ, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. മോർണിംഗ് റൊട്ടീൻ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ലീനിങ്ങും കുറച്ച് ഒതുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വന്ന് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനൊക്കെ ഉള്ളൊരു മോട്ടിവേഷന് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ മോർണിംഗിൽ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ക്യാരറ്റ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇത് കടമ്മാടെ റെസിപ്പിയാണ്. കടമ്മാടെ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പം ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാനും എന്നാൽ സൈഡ് ഡിഷസ് ഒന്നും ഇല്ലാണ്ട് നമുക്കിത് കഴിക്കാനും പറ്റും കേട്ടോ. അത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരാളൊക്കെ പോവുകയാണ് എന്നുവെച്ചാൽ തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നമ്മളുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ട്, കാരണം ചില ക്യാരറ്റ് നല്ല ജ്യൂസി ആയിരിക്കും, ചില ക്യാരറ്റ് അത്ര അധികം ഡ്രൈ ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാനിവിടെ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അളവുകളും കാര്യങ്ങളും പൊടിയുടെ അളവും കാര്യങ്ങളൊന്നും ഞാൻ കറക്റ്റായിട്ട് അതിൽ ഇതാക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് ആ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. നമ്മളതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും വലിയ ഹോളിൽ കൂടെയാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ ഹോളാവുമ്പം അത് ആകെ കൂടെ നമ്മൾ പൊടിയിട്ട് കഴിഞ്ഞാൽ ആകെ ഉണ്ട കുത്തുന്നൊരു പരുവത്തിലാവും. അപ്പോൾ അത് ഇങ്ങനെ പുട്ടാക്കിയിട്ട് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാ സാൾട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ സാൾട്ട് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടി പോകരുത്. കാരണം ക്യാരറ്റ് ഒരു സാൾട്ടി ആയിട്ട് ഉള്ളൊരു വെജിറ്റബിൾ ആണല്ലോ. അപ്പം നമുക്കത് പിന്നെ ഇതിലേക്ക് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ഗോതമ്പ് പൊടിയോ ആട്ടപ്പൊടിയോ ഏതാ നമ്മളുടെ കയ്യിലുള്ള വെച്ചെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കാരണം ആട്ടപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അതിലേക്കും അധികം സാൾട്ട് ആവശ്യമില്ല. എപ്പോഴും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിലേക്ക് ഇടുന്ന അരിപ്പൊടിയിലേക്ക് ഇടുന്ന ഉപ്പ് നമ്മൾ ഒരിക്കലും ആട്ടപ്പൊടിയിലേക്കോ ഗോതമ്പ് പൊടിയിലേക്കോ ഒന്നും ഇട്ട് കൊടുക്കില്ല. അപ്പോൾ ഇതാ ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് 2 കയ്യിൽ, ചെറിയ കയ്യിലാണ് 2 കയ്യിൽ പൊടിയിട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തു. അങ്ങനെ കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആ പൊടിയുടെ ആ ഒരു ഇത് കറക്റ്റ് മനസ്സിലാവില്ല. അപ്പോൾ ആദ്യം 2 ഇട്ട് കൊടുത്തു, പിന്നെയും ഞാൻ ഇട്ട് കൊടുത്ത് അങ്ങനെ പിന്നെയും മിക്സ് ചെയ്തു. അങ്ങനെ ഒരു 6 കയ്യിലോളം ഞാൻ ചെറിയ കയ്യിലിന് 6 കയ്യിലോളം ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഇട്ടുകൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ടും കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ക്യാരറ്റിൻ്റെ നനവൊന്ന് കറക്റ്റ് മാറിക്കിട്ടുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉള്ളത്. അപ്പോൾ അത്രയും ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് എടുക്കാം കേട്ടോ. ആളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് ക്യാരറ്റ് എടുക്കുക. ക്യാരറ്റ് നല്ല ജ്യൂസി ആണെങ്കിൽ ക്യാരറ്റിൻ്റെ അളവ് കുറക്കുക. അല്ല ക്യാരറ്റിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇത് കുറവുള്ള ക്യാരറ്റ് ആണെങ്കിൽ കൂടുതൽ ക്യാരറ്റ് എടുത്തിട്ട് ചെയ്യാം. എന്നിട്ട് ഇതാ ചിരട്ടയിലാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെ അതുപോലെ ഇടാം. ഇനിയിപ്പം പുട്ടിൻ്റെ കുറ്റി ഉണ്ടല്ലോ, അതിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോ കഷ്ണം പുട്ടാക്കിയിട്ട് എടുക്കുന്ന പോലെ നമ്മൾ അങ്ങനെ ആക്കിയിട്ടെടുക്കുക. ഇതിപ്പോൾ ചിരട്ടയിലായതുകൊണ്ടാണ് ഞാൻ കുറേ കാലം ഈ ഒരു ചിരട്ട യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്ത് അങ്ങനെ പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് പിന്നെ തേങ്ങ വീണ്ടും വെക്കുക. തേങ്ങ കുറച്ച് കൂടുതൽ ഉണ്ടാകുമ്പം ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റാണ്. ഇവിടെ പിള്ളേർ ഷുഗർ ഇട്ടിട്ട് കഴിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ പഴം ഉണ്ടല്ലോ, മൈസൂർ പഴമോ ഞാലിപ്പൂവനോ അങ്ങനെയുള്ള പഴങ്ങളില്ലേ, ചിക്കൂട്ടയാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യൽ. ഞാലിപ്പൂവനും മൈസൂർ പഴമൊക്കെ അത്ര വലിയ ഇഷ്ടമല്ല കുട്ടികൾക്കൊന്നും. അപ്പോൾ ഇതാ കുക്കറിൻ്റെ മേലെ നമ്മളത് വെച്ചിട്ട് ഇനി ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പം കുക്കറിൽ നമ്മൾ നോർമലി ഈ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന അത്ര ടൈമൊന്നും ഇതിന് വേണ്ട. ആവി കയറിയാൽ ജസ്റ്റ് ഒന്ന് ആവി കയറി നന്നായിട്ടൊന്ന് ആവി കയറിയാൽ തന്നെ പുട്ട് പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും കേട്ടോ. കൂടുതൽ ടൈം വെക്കൊന്നും വേണ്ട, വേവാനും അധികം സമയമില്ല. അപ്പോൾ ഇതാ നമ്മളുടെ ഒരു പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നല്ല കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഒരു കളർഫുൾ പുട്ടായിട്ടാണ് ഉണ്ടാവുക കേട്ടോ.
അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് സൈഡായിട്ട് കറികൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതാക്കാം. പക്ഷേ ഇതിലേക്ക് കറികളൊന്നും ഇല്ലാണ്ടാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ. ആ ഒരു നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ പുട്ടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഫുഡൊക്കെ ആയതിന് ശേഷം ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം നനക്കാനും ഒക്കെ ആയിട്ട്. നല്ല ചൂടല്ലേ, അപ്പോൾ കൂടുതൽ വെള്ളം നനച്ചു കൊടുക്കാനും വയ്യ, എന്നാൽ വെള്ളം കൊടുക്കാണ്ടിരിക്കാനും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ കുഞ്ഞു 2 ബാൽക്കണിയാണ്. അതിൽ കഴിയുന്ന പോലെ ഇങ്ങനെ വെച്ചേക്കാണ്. കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണങ്ങിപ്പോയി. മുളകിൻ്റെ തൈയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഉണങ്ങിപ്പോയി. അതുപോലെ കറിവേപ്പിലയുടെ തൈ അതും തന്നെ ഒരുവിധം ഉണങ്ങിയ പോലെ ആയി. അത്രയും നല്ല ചൂടായിരുന്നു. പിന്നെ 10 മണി, അതേപോലെ ബൊഗൺവില്ല, മണി പ്ലാന്റ്, ഇതൊക്കെയാണ് പിന്നെ ഈ ഒരു ചൂടിനെ സർവൈവ് ചെയ്തിട്ട് നിന്നുള്ളൂ കേട്ടോ. അപ്പോൾ പ്ലാന്റ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലുള്ള ബോട്ടിൽസൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കൂടുതലും ചെയ്യാറ്. നമ്മുടെ ഡൗണിയുടെ അതേപോലെ യോഗട്ടിൻ്റെ ഒക്കെ ബോട്ടിൽ ആണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കുറേ ബോട്ടിൽസ് നമുക്ക് വീട്ടിൽ തന്നെ വേസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഡൗണിയുടെ ബോട്ടിൽ ഞാൻ 10 മണിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മൊത്തത്തിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഓരോ ഹോളിലും ഓരോ മണി പ്ലാന്റിൻ്റെ ഓരോ സ്റ്റെമ്മിൻ്റെ ആ ഒരു ഇത് വെച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ അടിയിലോട്ട് വെള്ളം എത്തി കിട്ടൂല. അപ്പം ഞാൻ ബോട്ടിൽ വെള്ളമാക്കിയിട്ട് നമ്മൾ ഗ്ലൂക്കോസ് ട്രിപ്പ് ഇടൂലേ, അപ്പോൾ ആ ഒരു സെയിം മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബോട്ടിലിൻ്റെ അടിയിൽ ടോപ്പിനൊരു ഹോൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അതേപോലെ തന്നെ മേലെയും ഒരു ഹോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് അതിലേക്കൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഡ്രോപ്പായിട്ട് ഇറ്റുള്ളൂ. അപ്പം സ്ലോലി താഴേക്ക് വെള്ളം എത്തുന്നതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് അതിന് ആ വെള്ളം കിട്ടും. അപ്പം നല്ല അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പം നല്ല ഇതായിട്ടോ, നല്ല പച്ചയിൽ നല്ല ഗ്രോത്ത് ഉണ്ടായി അതിന്. അല്ലാത്ത സമയത്ത് ചില അടിയത്തൊക്കെ ഉണങ്ങിപ്പോയിണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചെടിക്ക് വെള്ളം നനക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിനി ഒതുക്കലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ആകെ വാരി വലിച്ചിട്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ അത് മൊത്തം ഒതുക്കി ഇതാക്കണം. വെച്ചാൽ താഴെയുള്ള 2 മക്കൾക്ക് ക്ലാസ് ഇല്ല, അവർ വീട്ടിലുണ്ട്. അപ്പോൾ അവരും ഞാൻ ഒതുക്കാനും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് അവരും ഉണ്ടാവും കേട്ടോ കൂടെ. അവരുടെ ബെഡ് കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ഒതുക്കിയിടാറ്. നോർമലി അവർ തന്നെയാണ് ചെയ്യാറ്. സ്കൂളിൽ പോകുന്ന സമയങ്ങളിലും അതെ, മാക്സിമം അവർ തന്നെ ചെയ്തിടും. നമ്മൾ പറഞ്ഞിട്ടാണെങ്കിലും അവർ ചെയ്തിടാനുള്ളത് അവർ ചെയ്തിടാറുണ്ട്. പിന്നെ വളരെ തിരക്ക് പിടിച്ച സമയങ്ങളിൽ ചിലപ്പോൾ എണീക്കാൻ ലേറ്റ് ആവുക, അങ്ങനത്തെ ഒക്കെ സമയങ്ങളിൽ ഞാൻ ചെയ്യാറുണ്ട്. അതേപോലെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ഓരോരുത്തരും അവരുടെ ബെഡും കാര്യങ്ങളൊക്കെ കൊട്ടിയിടാൻ വേണ്ടിയിട്ട് വന്ന് അവരൊക്കെ ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. ഞാനും അതേപോലെ തന്നെ ഓരോന്ന് ഒതുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മക്കൾ ചെറുപ്പം തൊട്ടേ നമ്മൾ ഈ ഒരു ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ കമ്പൽ ചെയ്തിട്ടാവും അവർ ചെയ്യുന്നത്. എന്നാലും അവർ വലുപ്പത്തിൽ അവർക്ക് ആ ഒരു ബോധം ഉണ്ടാവും, സ്വയം ചെയ്യണം എന്നുള്ളതും വൃത്തിയിലാക്കണം എന്നുള്ളതും വീട് ഒരാൾ കയറി വരുന്ന സമയത്ത് നല്ല ഭംഗിയിലാക്കണം എന്നുള്ളൊരു ചിന്തയും ബോധമൊക്കെ അവർക്ക് ഉണ്ടാവും. ഒരു അടുക്കും ചിട്ടയും മക്കളിൽ വരും. ഇപ്പോൾ എൻ്റെ മക്കൾ ഫുള്ള് പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്. അവർ കുറേയൊക്കെ അവരുടെ അടുത്ത് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കി കൊടുക്കുക. അപ്പം ചെറുപ്പത്തിലേ നമ്മൾ അങ്ങനെ ഒരു ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കൊന്ന് വയ്യാണ്ടായാലും നമ്മളുടെ വീടൊന്ന് ഒതുക്കിയിടാനും കാര്യങ്ങളും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യും. ഇപ്പോൾ എനിക്ക് തീരെ പറ്റാത്ത സമയങ്ങളിലോ ഒക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് അടിച്ചു വരാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ മക്കളോട് പറയും, ഒന്ന് അടിച്ചു വരോ എന്ന് ചോദിക്കും. മൂത്തവർ 2 ആൺപിള്ളേരായതുകൊണ്ട് അവർ മൂത്താൾ പറയും, ഉമ്മയുടെ ഇളയ മോളോട് പറയും, മോള് പെണ്ണല്ലേ അവൾ ചെയ്യട്ടെ എന്ന് പറയും. ഞാൻ പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് നീ ഒഴിവാക്കിയേ പറ്റൂ. എല്ലാവരും ഒരുപോലെ ചെയ്യണം. ആണായാലും പെണ്ണായാലും ക്ലീനിങ് ആണെങ്കിലും നമ്മൾ നിൽക്കുന്ന ഏരിയകളും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വൃത്തിയാക്കണം. അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അങ്ങനെ ആണിനും പെണ്ണിനും വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അവനക്ക് ഇച്ചിരി മടിയാണ്, എന്നാൽ ഞാനില്ലാത്ത സമയത്ത് അവന് പക്ക പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തിട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇതാ ഡ്രസ്സുകൾ മടക്കി വെക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. അയൺ സ്റ്റാൻഡിൻ്റെ തുണി കംപ്ലീറ്റ് ഇങ്ങനെ കച്ചറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മാറ്റി വാഷ് ചെയ്യാനിടണം. പിന്നെ മക്കളെ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ മോന് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവൻ്റെ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഒതുക്കിയിട്ട് ഇതാക്കിയിട്ടുണ്ട്.
പിന്നെ അതുപോലെ ഡ്രസ്സിങ് ടേബിൾ ആണെങ്കിലും സ്റ്റഡി ടേബിൾ എല്ലാം ഒന്ന് ഞാൻ എന്നും തുടക്കും കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും തുടക്കും. ചില ദിവസങ്ങളിൽ തിരക്കുള്ള ദിവസങ്ങളിലൊന്നും ചിലപ്പോൾ ചെയ്യാറില്ല. അല്ലാതെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ തുടക്കാറുണ്ട്. കാരണം നന്നായി പൊടി വരും. പൊടി നമുക്ക് ശരിക്കും കാണാൻ പറ്റും. വെച്ചാൽ ബ്ലാക്ക് കളറൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നല്ല പൊടി കാണും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഒന്ന് തുടക്കുമ്പോൾ നമുക്ക് അധികം ഭാരം ഉണ്ടാവില്ല. പെട്ടെന്ന് ഒരു തിരക്കുള്ള ദിവസങ്ങളിൽ ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും വൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ആകെ പൊടി പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയിൽ ഉണ്ടാവില്ല, ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളും ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതാ ഡ്രസ്സ് മടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ മക്കളുടെ പാൻസൊക്കെ ഞാൻ ഇതുപോലെയാണ് കേട്ടോ. ചെറിയ മക്കളുടെ പാൻസൊക്കെ ഇതുപോലെയാണ്. നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ഡ്രസ്സുകളൊക്കെ മേടിക്കുന്ന സമയത്ത് ഒരു ഹാങ്കർ കിട്ടൂലേ, അതൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് വെക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിടാൻ നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിലവിടെ കിടന്നോളും. മറ്റേത് അവർക്കും തന്നെ ഏതാണോ എടുക്കേണ്ടത് വെച്ചെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട് നോക്കിയിട്ട് എടുക്കാനും ഇതാക്കാനൊക്കെ പറ്റുകയും ചെയ്യും. അപ്പോൾ ഒതുക്കലും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അടിച്ചുവാരലും ഒക്കെ കഴിഞ്ഞു. പിന്നെ അപ്പോൾ ഇതാ എന്താ പറയുക, ഇനിയിപ്പോൾ തുടച്ചിട്ട് വേണം എനിക്ക് കുളി നനയൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ എന്നിട്ടാണ് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊന്നും ഞാനിതിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മൾ വീട്ടിൽ മക്കളൊക്കെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ മക്കളെ കൊണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും ചില മക്കളൊക്കെ മടി പിടിച്ചിട്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പുന്നാരത്തിൽ അവർ ചെയ്യാനായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു ഇതോ ഒക്കെ ആകുമ്പോൾ നമുക്കൊരു വലിപ്പത്തിൽ നമ്മളൊരു മെച്യൂരിറ്റി വരാത്ത പോലെ തോന്നും. വലുതായി കഴിഞ്ഞാലും ഒരാളെടുത്ത് ഒറ്റയ്ക്ക് പറഞ്ഞേക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഒന്നും അല്ലാത്ത പോലെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്കും തന്നെ വയ്യാത്ത സമയങ്ങളിലൊക്കെ അവരുടെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം വരില്ല. അവർ സ്വന്തം തന്നെ ചെയ്തോളും. അപ്പോൾ ഇതാ ബാൽക്കണിയിൽ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ബാൽക്കണിയൊക്കെ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞു, തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ എല്ലാ കുളിയും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസാണ്. അപ്പോൾ ഇതാ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.